പ്രൈസ് ദി ലോർഡ്. ജേനിസ് മീഡിയയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ദൈവത്തിന്റെ അഭിഷേകത്താൽ നിറയ്ക്കണം. ഇന്ന് ലോകം കൊണ്ട് അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലികളുടെ യോഗ്യതകളാൽ ഓരോ മക്കളേക്കും ശക്തി കൊടുക്കണം വേണ്ടി ഈശോയെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മാധ്യസ്ഥം വഹിക്കണമേ. വിശുദ്ധ വിൻസെന്റ് പോലെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മാധ്യസ്ഥം വഹിക്കണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 10 മുതൽ 20 ഇങ്ങനെ പറയുന്നു: മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. അവൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകൾ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്നവയെ പിടികൂടുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. ആമേൻ, ഹല്ലേലൂയ. ഈ വചനം 2 ദിവസമായി എന്റെ ഹൃദയത്തിൽ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് ഓർത്തുപോയതാണ് നമ്മുടെ പാലാ ബിഷപ്പിനെ ഒന്ന് ഓർത്തുപോയതാണ്. പാലാ ബിഷപ്പ് തന്റെ മക്കൾക്ക്, ഇടയനായ തന്റെ മക്കൾക്ക് സംരക്ഷണത്തെ കുറിച്ച് ഒന്ന് സംസാരിച്ചതിന്റെ പേരില് ആയിരിക്കുന്ന ഒരു ചെറിയ പള്ളിയിൽ സംസാരിച്ചതിന്റെ പേരിൽ ഇന്ന് ലോകം മുഴുവൻ ഈ ഒരു വിഷയം പടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അന്ന് ആ പ്രശ്നം വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നല്ല ഇടയനായ പാലാ പിതാവ് എന്ത് ചെയ്യുന്നു? ഇതിൽ അടിയുറച്ചു നിന്നുകൊണ്ടിരിക്കുക. ശക്തമായി പല തരത്തിലുള്ള പ്രതികരണങ്ങളും ഉള്ളിൽ നിന്നവരും പുറമേ നിന്നുള്ളവരും ആക്രമിച്ചിട്ടും പിതാവ് അവിടെ ശാന്തനായി അവിടെ നിൽക്കുകയാണ് ചെയ്തത്. അമ്മേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം നല്ല ഇടയനാണ്. ഞാനും നിങ്ങളും ദൈവം വരമേൽപ്പിച്ചിരിക്കുന്നത് ഇത്രയും വലിയൊരു സഭാ സമൂഹത്തെ, അല്ലെങ്കിൽ ദൈവമക്കളെ, ആ ദൈവമക്കളെ ചെന്നായ്ക്കൾ വന്ന് ആക്രമിക്കുമ്പോഴും കൊലപ്പെടുത്താനും കരുതു വരുമ്പോൾ അതിനെതിരെ ഒരിടയൻ ശക്തമായി നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ വചനത്തിൽ പറയുകയാണ്, ചിലവരെ ഈ ചെന്നായ്ക്കൾ വരുന്ന സമയത്ത് ആ വ്യക്തികൾ അവിടുന്ന് ഓടി പോവുക ചെയ്യുന്നത്. കാരണം കർത്താവ് പറയുകയാണ്, വചനത്തിൽ പറയുകയാണ്, എന്നാ പറയുന്നത്? അവനൊരു കൂലിപ്പണിക്കാരനാ. പിന്നാലെ വചനം നല്ല ശക്തമായി പറയുന്നുണ്ട്, ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകൾ ഉപേക്ഷിച്ചു പോകും. ചെന്നായി വന്ന് പിടിച്ചു കയറുകയും ചിതറുകയും ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. അത് അവൻ യഥാർത്ഥത്തിൽ ഒരു ഇടയനല്ലാത്തത് കൊണ്ടാണ് ആ വ്യക്തി ഇങ്ങനെ തരത്തിലെ കുറ്റം ആരോപിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ ഇതെന്തിനാ ആവശ്യം തന്നെ, ഇതെന്താ അവരങ്ങനെയാണോ ഇങ്ങനെയാണോ? പക്ഷേ യഥാർത്ഥ ഇടയന്റെ ഒരു കടമയുണ്ട്. അതെന്നറിയോ? തന്റെ കുഞ്ഞാടുകളെ സംരക്ഷിക്കുന്ന ഇടയനാ. സ്വന്തം ജീവൻ കൊടുത്തിട്ട്. ഇത് പറയുമ്പോൾ, ഈ വചനം പറയുന്നുകൊണ്ടിരിക്കുമ്പോൾ, യേശു ക്രിസ്തു ഉദാഹരണത്തിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ജീവൻ ബലിയർപ്പിച്ചവനാ നമ്മുടെ യേശു. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും ഓരോ ഇടയന്മാരായി ദൈവം ഈ ഭൂമിയിൽ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ കൂലിപ്പണിക്കാരനായി മാറരുത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതികരിക്കുമ്പോൾ, ഇല്ലേ, ശത്രുവിനെതിരെ പ്രതികരിക്കുമ്പോൾ, ഞാൻ പലപ്പോഴും പറയുന്നത് വാളും AK-47 കൊണ്ടല്ല ഞാൻ പറഞ്ഞത്. അല്ലാതെ നമ്മൾ പ്രതികരിക്കുമ്പോൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ജപമാല ചൊല്ലിയും, ഇല്ലെങ്കിൽ നമ്മള് വാക്കുകൾ കൊണ്ടും ഒക്കെ ഒന്ന് സംസാരിച്ച് ആ പ്രതികരിക്കുന്ന സമയത്ത് ഇവൻ മത തീവ്രവാദി അല്ലെങ്കിൽ ക്രിസ്സംഗി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിലൊന്നും ഒരു വിലയില്ലാതെ സംസാരിക്കുമ്പോൾ ഓർക്കണം, ഈ പറയുന്ന ഓരോ വ്യക്തിയും യഥാർത്ഥ ഇടയനല്ല. ഈ പറയുന്ന വ്യക്തികൾ കൂലിപ്പണിക്കാരനാകുമ്പോഴല്ലേ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുന്ന സമയത്ത്, അയ്യോ എനിക്ക് ഭാര്യ മക്കളൊക്കെ ഉണ്ട്, എനിക്ക് കുടുംബമുണ്ട്, ഞാൻ എങ്ങനെ സംസാരിച്ചു പോയി കഴിഞ്ഞാൽ അതങ്ങ് നാറും, എനിക്ക് എന്റെ സമൂഹത്തിലുള്ള ഒരു ഇമേജ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും സംസാരിച്ച് ഭയന്നിരിക്കുക. കാരണം ഈ ഭയക്കാനുള്ള കാരണം എന്നറിയോ? അവൻ യഥാർത്ഥ ഇടയനല്ല.
യഥാർത്ഥ ഇടയൻ വരുമ്പോൾ സിംഹം വന്നാലും പുലി വന്നാലും ചെന്നായി വരുന്നാലും ആര് വന്നാലും സ്വന്തം ജീവൻ ബലികൊടുക്കാൻ വേണ്ടി ചങ്കൂറ്റത്തോടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ ഇടയൻ. ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ കടന്നു വരുന്ന സമയത്ത് മാളത്തിൽ ഒളിച്ചിരുന്ന് നമ്മൾ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന സമയത്ത് കുഞ്ഞാടുകളെ കൊണ്ടുപോകും. കുഞ്ഞാടുകളെ അവർ ആക്രമിക്കും. കുഞ്ഞാടുകളെ അവർ കൊല്ലും. അതെ, ആ കൊല അല്ലെങ്കിൽ ആ കൊണ്ടുപോകലെ ആ ചിതറിക്കാതിരിക്കുവാൻ, ആക്രമിക്കാതിരിക്കുവാൻ മുന്നിൽ നിനക്ക് ഒരു ഇടയവേഷം ദൈവം തന്നിട്ടുണ്ടെങ്കിലേ, അത് ചിലപ്പോൾ നിന്റെ കുടുംബത്തായിരിക്കാം, ഇല്ലേ? സ്വന്തം കുടുംബത്തില് തന്റെ ഭാര്യ, തന്റെ മക്കള്, മാതാപിതാക്കന്മാരൊക്കെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ എത്രമാത്രം ശക്തിയോടുകൂടെ ഉണർവോടുകൂടെ ഭക്ഷണത്തിന് ഭക്ഷണം, കിടക്കാനുള്ള സ്ഥലം, അങ്ങനെ അവർക്ക് വേണ്ടത് മുഴുവൻ കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിനക്കുണ്ട്. ഇല്ലാതെ പ്രതിസന്ധി വരുന്ന സമയത്ത് അങ്ങ് ബാറിൽ പോയിട്ടും തോന്നിയോസം ചെയ്ത് മദ്യപിച്ചുകൊണ്ട് അയ്യോ എനിക്ക് കുടുംബത്തിൽ നോക്കാൻ പറ്റില്ല, എന്തിനാ കർത്താവെ ഇങ്ങനെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ട് എന്ന് പറഞ്ഞെങ്കിൽ നീ ഒരു കൂലിപ്പണിക്കാരനായതുകൊണ്ടാണ് നീ പറയുന്നത്. ദൗത്യത്തിൽ നിന്നും ഓടിപ്പോവാണ് ചെയ്യുന്നത്. ഇതുപോലെ സഭയിലെ ഓരോ മേഖലകളും ദൈവം നിനക്ക് തരുന്ന സമയത്ത്, അത് ബിഷപ്പാണെങ്കിലും മാർപ്പാപ്പയാണെങ്കിലും വൈദികനാണെങ്കിലും ആത്മായനായാലും സിസ്റ്റേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും നിനക്ക് ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ മുന്നിലെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞാടുകൾക്ക് ഒരു പോറൽ പോലും നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കരുത്. സ്വന്തം ജീവൻ ബലി കഴിക്കാൻ തയ്യാറായിട്ട് വേണം നിൽക്കുവാനുള്ളത്. ഈ ഒരു ചങ്കൂറ്റം, ഈ ഒരു അഭിഷേകം, അത് ഈ വചനത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. ശക്തനായിരിക്കുക നിങ്ങൾ. ഞാൻ പറഞ്ഞ ഒരു മതത്തെ താറടിക്കാനല്ല ഞാൻ പറയുന്നത്, ഒരു മതത്തെ നോവിക്കാനല്ല ഞാൻ പറയുന്നത്. നമ്മളായിരിക്കും നമുക്ക് തരുന്ന കുഞ്ഞാടുകൾക്ക് സംരക്ഷണം നൽകുന്നതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആമേൻ, ഹല്ലേലൂയ. യേശു ഏക രക്ഷകൻ എന്നൊക്കെ പറയാൻ നമുക്ക് നാണക്കേടാണ്, ഇല്ലേ? നമ്മൾ പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ സ്കൂളുകളിലൊക്കെ ഒന്ന് യേശു എന്നൊക്കെ പറയാൻ പേടിയാ, അല്ലേ? നമ്മളൊരു സർവേശ്വരൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മളൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ യേശുവിനെ യേശു എന്ന് പറയാൻ നമുക്ക് എന്നാ? ഈ മുസ്ലിം പള്ളികളിലും അല്ലെങ്കിൽ മറ്റ് ആരാധനകളിലൊക്കെ ഇത്ര ഉറക്കെ വാങ്ങും അല്ലെങ്കിൽ മറ്റൊക്കെ കൊടുക്കുമ്പോൾ അവരുടെ ദൈവം പരമകാരുണ്യനാണ്, ശക്തനാണ്, അല്ലെങ്കിൽ ആ ദൈവം അല്ലാതെ വേറെ ദൈവം ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ? എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല? ഇന്നിപ്പം പലപ്പോഴും വിദ്യാഭ്യാസം കൂടി ഡോക്ടറേറ്റ് എടുത്ത് യേശു ഇപ്പോ ദൈവമല്ല, അത് മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുക. യേശു ദൈവമല്ല, മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുക. അതെ, ഉള്ളിലുള്ള ആ ബുദ്ധി പുറത്തേക്കിട്ട് ഒരു കൂലിപ്പണിക്കാരനായി മാറിക്കൊണ്ടിരിക്കുക. യേശു അനുഭവം നിന്നിൽ നഷ്ടപ്പെടുക. കർത്താവ് പറയുക, തിരിച്ചു വരിക, നീ നല്ലൊരു ഇടയനായി മാറുക. നീ ഇടയൻ, അതെ, ആ കർത്താവ് എന്നെ നമ്മളെ ഓരോ വ്യക്തിയിലെയും ബലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതിനെ പൂർത്തീകരിക്കുക. അത് ചെറുതായിക്കോട്ടെ, വലുതായിക്കോട്ടെ, നിന്റെ കുടുംബമായിരിക്കോട്ടെ, കോൺഗ്രേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിന്റെ ഇടവകി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിന്നെ ഇരിക്കുന്ന മറ്റ് മിനിസ്ട്രികളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന സംഘടനകളായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മളെ ബലമേൽപ്പിച്ചിരിക്കുന്ന, നമ്മളെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്ന ആ ആടുകൾക്ക് സംരക്ഷണം നൽകാൻ വിളിക്കപ്പെട്ടവനാ ഞാനും നിങ്ങളും. നമുക്ക് ഹൃദയമായി പ്രാർത്ഥിക്കാം, അഭിഷേകത്താൽ നിറയാം. ആമേൻ.